ഹായ് ഫ്രണ്ട്സ്, ആർഫറയിലേക്ക് സ്വാഗതം. കൃത്യമായൊരു ഡയറക്ഷൻ ലഭിക്കാത്തതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് വലിയ മൂവ് നടത്താതെ ഒരു റേഞ്ച് ബൗണ്ടായി നിൽക്കുകയാണ്. ഇപ്പൊ നിഫ്റ്റി 24,855 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തെങ്കിലും ഇന്നലെ ഉണ്ടായിട്ടുള്ള ആ ഒരു മൊമെന്റം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ നിലവിലുള്ള ഒരു നിഫ്റ്റിയുടെ ടെക്നിക്കലായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു മൂവ് ഏകദേശം 25,000 മുതൽ 25,200 വരെ പോകാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സപ്പോർട്ട് ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 24,750 എന്നുള്ള ഒരു മേജർ സപ്പോർട്ടുമാണ്. ഈ ഒരു സപ്പോർട്ട് ലെവലിന് മുകളിൽ കുറേ ദിവസം നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മുന്നോട്ടേക്ക് പോയേക്കാം. എന്നാൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് സെന്റിമെന്റ് കൂടുതൽ വീക്കാവാൻ അത് ചിലപ്പോൾ കാരണമായേക്കും. അപ്പോൾ നാളെ തീർച്ചയായിട്ടും നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറിയാണ്, വലിയ വോളറ്റിലിറ്റി നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. അതുകൂടാതെ അമേരിക്കയുടെ ഫെഡറൽ റിസർവ് മീറ്റിംഗിൻ്റെ ഔട്ട്കം അതും നാളെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണ്. അതുകൊണ്ട് തന്നെ നാളെ ഒരു സംഭവ ബഹുലമായിട്ടുള്ള ഒരു മാർക്കറ്റ് ആവാനാണ് സാധ്യത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഈ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ പല ന്യൂസുകളും നമ്മുടെ മാർക്കറ്റിന് എതിരായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ പ്രത്യേകിച്ച് FIIസിൻ്റെ ക്യാഷ് മാർക്കറ്റിലെ സ്ഥിരമായ സെല്ലിംഗ് നമ്മൾ നോക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വലിയൊരു നെഗറ്റീവ് സെന്റിമെന്റ്സ് മാർക്കറ്റ് സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ മ്യൂച്വൽ ഫണ്ട് വഴി വലിയ ഇൻഫ്ലോ വരുന്നത് കൊണ്ട് തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് താൽക്കാലികമായിട്ട് നമ്മുടെ മാർക്കറ്റിനെ പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും അവർക്കത് എത്ര കാലം കഴിയുമെന്നുള്ളത് സംശയാസ്പദമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് കൂടാതെ കഴിഞ്ഞ ദിവസം ട്രംപ് റഷ്യക്കെതിരെ നടത്തിയിട്ടുള്ള വാണിംഗ് അത് ഇൻഡയറക്റ്റ് ആയിട്ട് ഇന്ത്യക്കും ചൈനയ്ക്കും വലിയ തോതിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നിലവിലുള്ള ട്രേഡ് വാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനിശ്ചിതത്വങ്ങൾ അതിലത് കൂടുതലായിട്ടുള്ള തലവേദനകൾ സൃഷ്ടിക്കുകയാണ്. ഇപ്പോൾ ട്രംപ് പറഞ്ഞത് 10-12 ദിവസങ്ങൾക്കുള്ളിൽ ഉക്രൈൻ വാർ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ റഷ്യക്കെതിരെ പുതിയ സാങ്ഷൻസ് വരുമെന്ന് മാത്രമല്ല സെക്കൻഡറി താരിഫ് അവരുടെ ട്രേഡിംഗ് പാർട്ട്നേഴ്സിന്റെ മേലെയും ഏർപ്പെടുത്തുമെന്നാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ട്രംപ് നൽകിയ 50 ദിവസത്തെ ഒരു ഡെഡ് ലൈന് വീണ്ടും കട്ട് ഷോട്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രസ്താവന തീർച്ചയായിട്ടും ഇന്ത്യക്കും ചൈനയ്ക്കും മേൽ വലിയ സമ്മർദ്ദം ചെലുത്തും. ഇപ്പോൾ ചൈനയുമായിട്ട് ഭാഗികമായിട്ടെങ്കിലും അമേരിക്ക ഒരു താരിഫ് ഡീലിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയുമായിട്ട് അത്തരം ഒരു ഡീൽ തീരുമാനമാകാൻ നിൽക്കുകയാണ്. ഇപ്പോൾ റഷ്യക്കെതിരെയുള്ള പുതിയ വാണിംഗ് ക്രൂഡ് ഓയിൽ പ്രൈസിലും നേരിയ വളറ്റിലിറ്റി സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ 70-ന് മുകളിൽ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് പോയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ക്രൂഡ് ഓയിൽ പ്രൈസ് വർദ്ധിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരം നെഗറ്റീവ് ന്യൂസിനെ കൂടുതൽ ആളിക്കത്തിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് മറ്റൊരു പ്രസ്താവന നടത്തിയത്. അതിൽ അദ്ദേഹം പറയുന്നത് ഇന്ത്യക്ക് മേൽ ചിലപ്പോൾ 20 മുതൽ 25% വരെ താരിഫ് വന്നേക്കാമെന്നാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രേഡ് ഡീൽ 20% മുകളിലാവുകയാണെങ്കിൽ അത് തികച്ചും നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. കാരണം ഇന്തോനേഷ്യയുമായിട്ടും ഫിലിപ്പൈൻസുമായിട്ടും ഓൾറെഡി ട്രംപ് ഒരു 19% താരിഫിൽ നിൽക്കുമ്പോൾ അതിലും മുകളിലുള്ള ഒരു താരിഫ് ഇന്ത്യക്ക് കിട്ടുക എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ഡിസാസ്ട്രസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു 15 ലെവലിലേക്ക് ഇന്ത്യയുടെ താരിഫ് വരിക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. തീർച്ചയായിട്ടും നമുക്ക് ഇത്തരം കാര്യങ്ങൾ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അപ്പോൾ ഓഗസ്റ്റ് 1 വരെ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു സസ്പെൻസ് അവിടെ നിലനിൽക്കുമെന്ന് തന്നെ വേണം കരുതാൻ. അപ്പോൾ ഇതൊക്കെ ആണെങ്കിലും നമ്മുടെ മാർക്കറ്റിനെ കുറിച്ച് നല്ല പോസിറ്റീവായ ചില വാർത്തകളും കാണാം. കഴിഞ്ഞ ദിവസം IMFന്റെ ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്തിട്ടുള്ള ലോകത്തിന്റെ ആ ഒരു ഗ്രോത്ത് പ്രൊജക്ഷനുമായി ബന്ധപ്പെട്ട ഡാറ്റകളാണ്. അതിൽ പറയുന്നത് ഇപ്പോഴും ഇന്ത്യ ഒരു ഗ്രോയിങ് എക്കണോമി ആയിട്ടാണ്. അപ്പോൾ അത് 6.4% ഒരു ഗ്രോത്ത് 2025-ലും 2026-ലും ഉണ്ടാവും എന്നുള്ളതാണ് IMFന്റെ വിലയിരുത്തൽ. അപ്പോൾ അത് തീർച്ചയായിട്ടും അവരുടെ പ്രീവിയസ് ഗ്രോത്ത് പ്രൊജക്ഷനേക്കാളും 0.2% അധികമാണ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ നിലവിൽ നമ്മൾ ഏർണിങ്സ് ഒക്കെ പരിശോധിക്കുമ്പോൾ താൽക്കാലികമായ ഒരു തിരിച്ചടിയൊക്കെ മൊത്തത്തിൽ ഉണ്ടെങ്കിലും ലോങ് ടേമിൽ നമ്മുടെ മാർക്കറ്റ് തീർച്ചയായിട്ടും മുന്നോട്ട് പോകും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം നൽകാൻ ഈ ഒരു IMF ഡാറ്റയ്ക്ക് കഴിയുമെന്നുള്ളതാണ്. കാരണം ഇന്ത്യയുടെ ആ ഒരു ഗ്രോത്ത് സ്റ്റോറി കണ്ടിന്യൂ ചെയ്യുമെന്നാണ് ഈ ഒരു ഡാറ്റ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയുടെ മാത്രമല്ല ഗ്ലോബൽ ഗ്രോത്ത് പ്രൊജക്ഷനും IMF പോസിറ്റീവായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് ട്രംപിന്റെ ഒരു താരിഫ് അത് ഏപ്രിലിൽ പ്രഖ്യാപിച്ചപ്പോൾ IMF പ്രൊജക്റ്റ് ചെയ്ത ഡാറ്റ കുറച്ചുകൂടി മുന്നോട്ടേക്ക് കൊണ്ടുവരാനുള്ള കാരണം ട്രംപ് ആ ഒരു താരിഫിൽ നിന്നും പുറകോട്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ 50% വരെയുള്ള താരിഫ് ഏർപ്പെടുത്തിയ ട്രംപ് ഇപ്പോൾ അത് 20% താഴെ 15%-ലേക്ക് വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതുകൂടാതെ US ഡോളർ വീക്കായതും മറ്റ് രാജ്യങ്ങൾക്ക് ഗുണകരമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഗ്രോത്ത് പ്രൊജക്ഷൻ ചേഞ്ചാണ് IMF ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ലോങ് ടേമിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് ഉണ്ടെങ്കിലും നിലവിൽ മറ്റൊരു റിപ്പോർട്ട് നമ്മളെ തികച്ചും ആശങ്കപ്പെടുന്നതാണ്. അത് ഇന്ത്യൻ ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ്. അപ്പോൾ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് വർദ്ധിപ്പിക്കുവാനും ഇൻവെസ്റ്റ്മെന്റും കൺസംഷനും വർദ്ധിപ്പിക്കുവാനും പല നടപടികളും നമുക്കറിയാം ഈ വർഷം റിസർവ് ബാങ്ക് എടുത്തിരുന്നു. എന്നാൽ അതിൻ്റെ ഒരു എഫക്റ്റ് മാർക്കറ്റിൽ കാണുന്നില്ലെന്നാണ് റിസർവ് ബാങ്കിന്റെ വിലയിരുത്തൽ. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ബാങ്കുകൾ വളരെയധികം ജാഗ്രതയോടെയാണ് ലോണുകൾ അനുവദിക്കുന്നത്.
കാരണം ബാഡ് ലോണിന്റെ വർധനവ് വല്ലാതെ കൂടുകയാണ്. ഇപ്പം കൺസംഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ക്രെഡിറ്റുകളായിട്ടുള്ള പേഴ്സണൽ ലോണ്, അതുപോലെ ക്രെഡിറ്റ് കാർഡുകൾ, അതുപോലെ കൺസ്യൂമർ ഡ്യൂറബിൾസ് വാങ്ങാനുള്ള അത്തരം പർച്ചേസിനുള്ള ലോണുകൾ, വെഹിക്കിൾ പർച്ചേസിന് ലോണുകൾ, ഇവിടെയൊക്കെയാണ് വലിയ തോതിലുള്ള ഡ്രോപ്പ് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ലോൺ സെഗ്മെന്റിൽ കൂടുതൽ ജാഗ്രത പുലർത്തുന്നതിന്റെ ഭാഗമായിട്ട് ബാങ്കുകൾ കൊലാട്രൽ ജാമ്യമൊക്കെ വെച്ചുകൊണ്ട് വളരെയധികം ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചുകൊണ്ടാണ് ഈ ലോണുകൾ അനുവദിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ലോണിൻ്റെ ആ ഒരു ഗ്രോത്ത് വെറും സിംഗിൾ ഡിജിറ്റിലാണ് മെയ് മാസത്തിൽ കാണുന്നത് എന്നാണ് RBI റിപ്പോർട്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം 15%, 26% ഒക്കെ ലോൺ ഗ്രോത്ത് ഉണ്ടായ സ്ഥാനത്താണ് ഈ രീതിയിലുള്ള ഒരു കോൺട്രാക്ഷൻ ലോൺ അനുവദിക്കുന്നതിൽ വന്നിട്ടുള്ളത്. 90 ദിവസത്തിൽ കൂടുതലുള്ള ക്രെഡിറ്റ് കാർഡ് ഡ്യൂസ് അതിൻ്റെ ഒരു വാല്യൂ നേരെ ഡബിൾ ആയിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ കോവിഡിന് ശേഷം അമിതമായി കടമെടുത്തുകൊണ്ടുള്ള ഹൗസ് ഹോൾഡ് കൺസംഷൻ അത് ഇന്ത്യയിൽ വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായിട്ട് മാറിയിട്ടുണ്ട്. ബാങ്കുകളെ സംബന്ധിച്ച് നല്ല ക്യാഷ് ഉണ്ടെങ്കിലും അത് ഇത്തരം റിസ്കി ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റിൽ അനുവദിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ്. കാരണം നമുക്ക് കാണാമെങ്കിൽ ഈയിടെ Q1 റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള പല മുൻനിര ബാങ്കുകളുടെയും ഈവൻ ഇന്ത്യയിലെ ലീഡിംഗ് NBFC ആയിട്ടുള്ള ബജാജ് ഫിനാൻസിൻ്റെ പോലും അസറ്റ് ക്വാളിറ്റി കുറയുന്നതും അവിടെ പ്രൊവിഷൻ വർദ്ധിക്കുന്നതും ബാങ്കുകളെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ഇത്തരം ഈ പേഴ്സണൽ ലോൺ, ക്രെഡിറ്റ് കാർഡ്, കൺസ്യൂമർ കൺസംഷൻ, അതുപോലെ വെഹിക്കിൾ മേഖലയിലൊക്കെയുള്ള ലോണുകൾ കൊടുക്കുമ്പോൾ അവരെ വളരെ ജാഗ്രതയോടുകൂടി അതിനെ സമീപിക്കാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്കുകളുടെ നെക്സ്റ്റ് Q2, Q3 പ്രകടനം ഒരുപക്ഷെ വളരെ മോശമാകാനുള്ള ഒരു സാധ്യത ഉണ്ടാകുമെന്നാണ് ഈ ഒരു RBI റിപ്പോർട്ടിൽ നമ്മൾ വായിച്ചെടുക്കേണ്ടത്. അതുപോലെ നമുക്കറിയാം വിപണിയിൽ ഇപ്പോൾ കൂടുതൽ IPOകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ 2 IPOകളുടെ ലിസ്റ്റിംഗ് ഉണ്ടായിരുന്നു. ഒന്ന് CNG ഇലക്ട്രോണിക്സിന്റെ ലിസ്റ്റിംഗ് ആണ്. അത് പക്ഷെ ഒരു വമ്പിച്ച ഒരു ലിസ്റ്റിംഗ് ഗെയിനോടെയാണ് അവർ മാർക്കറ്റിൽ എൻട്രി ചെയ്തിരിക്കുന്നത്. 49% ഒരു ലിസ്റ്റിംഗ് ഗെയിൻ ആണ് അത് ഇൻവെസ്റ്റേഴ്സ് നൽകിയത്. 237 IPO പ്രൈസ്. സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തത് 350. എന്നാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇൻഡിക്യൂബൻ സ്പേസസ് എന്ന് പറയുന്ന സ്റ്റോക്കിന്റെ IPO അത് 9% ഡിസ്കൗണ്ടിലാണ് ലിസ്റ്റ് ചെയ്തത്. 237 IPO പ്രൈസ് ഉണ്ടായിരുന്ന ആ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്ത് 216. ഇത് കൂടാതെ ഇപ്പോൾ മാർക്കറ്റ് ഏറ്റവും ചർച്ചാ വിഷയമായിട്ടുള്ള NSDLന്റെ IPO അത് ഇന്ന് ഓപ്പൺ ആയിരിക്കുകയാണ്. അതിന്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം നമ്മൾ കാണുന്ന 135 എന്നുള്ള പ്രൈസിലാണ്. അപ്പോൾ ഒരു 15 മുതൽ 17% ഒരു ലിസ്റ്റിംഗ് ഗെയിൻ നിലവിലുള്ള ഗ്രേ മാർക്കറ്റ് വെച്ച് നമുക്ക് പറയാം. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഒരു IPOയോട് എങ്ങനെയായിരിക്കും ഇൻവെസ്റ്റേഴ്സ് പ്രതികരിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മൂവ് നമുക്ക് ഗ്രേ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ അതും ഇൻവെസ്റ്റേഴ്സ് വളരെ ആകാംക്ഷയോടെ നോക്കി കാണുന്ന ഒരു IPO ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ Nifty 50 സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിനെ ഏറ്റവും അധികം മുന്നോട്ടേക്ക് കൊണ്ടുപോയത് L&T അഥവാ ലാർസൻ ആൻഡ് ടൂബ്രോ ആണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് കഴിഞ്ഞ ദിവസം വന്നത് തീർച്ചയായിട്ടും മാർക്കറ്റിൽ വലിയൊരു പോസിറ്റിവിറ്റി നിറച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് 29.8% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ റവന്യൂവിലും 15% ഒരു ഇയർ ഓൺ ഇയർ ജമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ഇന്റർനാഷണൽ റവന്യൂ ആണ് ഏറ്റവും അധികം കോൺട്രിബ്യൂഷൻ നൽകുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ അത് 32,994 കോടിയായിരുന്നു ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്നുള്ള ഒരു റവന്യൂ. അപ്പോൾ അവരുടെ ടോട്ടൽ റവന്യൂവിൻ്റെ ഏകദേശം 52% വരുന്നത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്നാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതുകൂടാതെ L&Tയുടെ പുതിയ ഓർഡർ ബുക്കുകൾ അതും വൻതോതിൽ വർദ്ധിക്കുകയാണ്. 94,453 കോടിയുടെ ഒരു ഓർഡർ ബുക്കാണ് ഇവർ കഴിഞ്ഞ ക്വാർട്ടറിൽ നേടിയത്. അത് ഏകദേശം 33% ഒരു ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ആണ്. മൊത്തത്തിലുള്ള ഇവരുടെ ഇപ്പോൾ ഓർഡർ ബുക്ക് എന്ന് പറയുന്നത് 6 ലക്ഷം കോടിക്ക് മുകളിലാണ്. അത് മാർച്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 6% ഒരു ഇൻക്രീസ് ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ L&T എന്ന സ്റ്റോക്കിൽ ഇന്ന് 4% ഒരു മൂവ് ഉണ്ടാവാനുള്ള കാരണം ഈ രീതിയിലുള്ള അതിൻ്റെ ക്വാർട്ടർലി റിസൾട്ടാണ്. ഇന്ന് Nifty 50 ഏറ്റവും വലിയ ലോസ് ഉണ്ടാക്കിയ കമ്പനി ടാറ്റ മോട്ടോഴ്സ് ആണ്. ടാറ്റ മോട്ടോഴ്സുമായി ബന്ധപ്പെട്ട് വന്ന ഒരു അൺഒഫീഷ്യൽ റിപ്പോർട്ടാണ് ആ രീതിയിലുള്ള ഒരു ഡ്രോപ്പ് ടാറ്റ മോട്ടോഴ്സിൽ ഉണ്ടാവാൻ കാരണം. കാരണം യൂറോപ്യൻ ട്രക്ക് നിർമ്മാതാക്കളായ ഇവക്കോ, ഇറ്റാലിയൻ ബേസ്ഡ് ആയ ഈ ഒരു കമ്പനിയെ അക്വിസിഷൻ ചെയ്യാനുള്ള ഒരു തീരുമാനം ടാറ്റ മോട്ടോഴ്സിന്റെ മാനേജ്മെന്റ് ബോർഡ് എടുക്കാൻ പോകുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ ഒരു ഫോളിന് കാരണമായത്. ഇപ്പോൾ $4.5 ബില്യൺ ഈ ഒരു ഡീല് ഒരുപക്ഷെ ടാറ്റ മോട്ടോഴ്സിന്റെ ഏറ്റവും വലിയ ഒരു ഇന്റർനാഷണൽ ഡീലാണ്. ഇതിനു മുമ്പ് ഇവർ വലിയൊരു ഡീൽ നടത്തിയിട്ടുള്ളത് ജാഗ്വാർ ലാൻഡ് റോവർ അക്വിസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനി ടാറ്റ ഗ്രൂപ്പ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അവർ ഇത്തരത്തിൽ നടത്തിയിട്ടുള്ള ഓവർസീസ് ബൈങ്ങിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ ഡീലാണിത്. ഇതിനു മുമ്പ് ടാറ്റ സ്റ്റീല് കോറസ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ കമ്പനി ഇവർ $12.1 ബില്യൺ ഒരു അക്വിസിഷൻ നടത്തിയിരുന്നു. അപ്പം അതിനുശേഷമുള്ള ഏറ്റവും വലിയൊരു ഡീലായിട്ടാണ് നമുക്കിത് കാണാൻ കഴിയുക. എന്നാൽ ഈ ടാറ്റ മോട്ടോഴ്സിന്റെ ഈ വലിയ സൈസിലുള്ള ഈ ഒരു അക്വിസിഷൻ അതും നിലവിലുള്ള മാർക്കറ്റ് കണ്ടീഷനിൽ വളരെ ആശങ്കയോടെയാണ് ഇൻവെസ്റ്റേഴ്സ് കാണുന്നത്.
അപ്പോൾ ഇറ്റലിയിൽ ഈ ഇവാക്കോ ഷെയർ 7% മുന്നോട്ട് പോയെങ്കിലും ഇന്ത്യയിൽ ഈ ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയർ 3% താഴോട്ടാണ് പോയത്. അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഇവോക്കയുടെ മാർജിൻ എന്ന് പറയുന്നത് അവർ ഈ പറയുന്ന യൂറോപ്യൻ മാർക്കറ്റിൽ ഉണ്ടാക്കുന്ന ഒരു മാർജിൻ എന്ന് പറയുന്നത് 5.6% മാത്രമാണ്. എന്നാൽ ടാറ്റ മോട്ടോഴ്സിന്റെ എബിറ്റ് മാർജിൻ എന്ന് പറയുന്നത് 9.1% ആണ്. അപ്പോൾ ഈ ഒരു അക്വിസിഷനോട് കൂടി ടാറ്റ കമേഴ്ഷ്യൽ വെഹിക്കിളിന്റെ ആ ഒരു റവന്യൂ ഒക്കെ വളരുമെങ്കിലും അവരുടെ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി അത് ബാധിക്കും. കാരണം ഇവരുടെ മേജർ കോൺട്രിബ്യൂഷൻ ഈ ഒരു കമ്പനിയിൽ നിന്നായതുകൊണ്ട് അതിന്റെ പ്രോഫിറ്റ് മാർജിൻ കുറവായതുകൊണ്ടും അത് മൊത്തത്തിലുള്ള പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കും. ഇത് കൂടാതെ ഇതിനു മുമ്പും ടാറ്റ ഇത്തരത്തിലുള്ള വലിയ അക്വിസിഷൻ നടത്തിയപ്പോൾ കമ്പനി വലിയ തോതിൽ അതിന്റെ സ്ട്രഗിൾ കാണിച്ചിരുന്നു. പ്രത്യേകിച്ച് അതിന്റെ ഡെറ്റ് ആയാലും അതുപോലെ പ്രോഫിറ്റബിലിറ്റിയിലും ഒക്കെ വലിയ ഒരു സ്ട്രഗിൾ നേരിട്ടിരുന്നു. ഇപ്പോൾ ടാറ്റ സ്റ്റീലിലായാലും ടാറ്റ മോട്ടോഴ്സിലും അക്വിസിഷൻ ചെയ്തപ്പോൾ ആ രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഭയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതിലെ ഇൻവെസ്റ്റേഴ്സ് പ്രകടിപ്പിക്കുന്നത്. അതുകൂടാതെ ധാരാളം ഓവർസീസ് ആയിട്ടുള്ള റെഗുലേറ്ററി കടമ്പകൾ കടക്കാനുണ്ട് ഇത് ആക്ച്വലി ഇംപ്ലിമെന്റ് ആവണമെങ്കിൽ. ഇതുകൂടാതെ ഇതിന് ചില രാഷ്ട്രീയ മാനങ്ങളൊക്കെ ഉണ്ട്. കാരണം ഈ കമ്പനി മുമ്പേ ഒരു ചൈനീസ് കമ്പനി ഏറ്റെടുക്കാൻ പോയപ്പോൾ അവിടെ ഗവൺമെന്റ് അതിനെ തടയുകയുണ്ടായി. ടാറ്റയുമായിട്ട് ഈ കമ്പനിയുടെ ആ ഒരു ഫാമിലി ടൈപ്പ് രത്തൻ ടാറ്റയുമായിട്ടുള്ള ആ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പാണ് ഇത്തരത്തിലുള്ള ഒരു ഡീലിലേക്ക് നയിക്കുന്നത് എന്നാണ് വാർത്തകൾ കാണുന്നത്. ഏതായാലും ഈ ഒരു ഡീലിന് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ഡീലാണ് ഇൻവെസ്റ്റേഴ്സ് കാണുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഫോളാണ് ടാറ്റ മോട്ടോഴ്സിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായിട്ട് ഇവിടെ ഷെയർ ചെയ്യാനുള്ളത്. അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.